വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഒരു വെള്ളയാമ്മയെ പിടിച്ച് പുതിയതായി കുഴിക്കുന്ന കിണറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും അത്രേ എന്ന് ഒപ്പോൾ പറഞ്ഞു. അത് പറയുമല്ലോ, പെറുക്കി തിന്നുവല്ലയോ? എന്ത് പോപ്കോൺ? ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ എല്ലാരെയും ഓപ്പോളെന്ന് വിളിക്കും. ഇപ്പൊ ഈ ആമയെ എടുത്തിട്ട് നമുക്ക് ഓപ്പോളിന് കെട്ടിക്കൊണ്ടിടണം. അതെന്താ? 23 വർഷമായി ഓപ്പോളിന് കുട്ടികളില്ല. അയ്യോ, എന്താ പറ്റി? ഈ കഴിഞ്ഞിടയ്ക്കാ കല്യാണം കഴിഞ്ഞാൽ. അതിന്റെ ആയിരിക്കും ഇനിയിപ്പോ. സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് പണി തുടങ്ങിക്കോളൂ. അല്ല, ഞാൻ അറിവുകേടാണെങ്കിൽ പൊറുക്കണം. പറഞ്ഞോളൂ. തമ്പുരാട്ടി ആമയെ കൊണ്ടിട്ടല്ലോ, അത് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായോന്നോ? ചറബറ എന്ന് പറഞ്ഞ് കുട്ടികളല്ലായിരുന്നോ? മഴയുണ്ടായ കാര്യമല്ല ഞാൻ ചോദിച്ചേ, കുട്ടികളുണ്ടായോന്നോ? ഉണ്ടായി. ഉണ്ണി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ മൈതാനത്ത് കുറെ കുട്ടികൾ ഫുട്ബോൾ കളിക്കണ കണ്ടിരുന്നു. അതിൽ ഒരു ടീം എന്റെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആ ഗോൾ പോസ്റ്റിന്റെ സൈഡിൽ ഒരാൾ ഇങ്ങനെ അതാണ് എന്റെ കുട്ടികളുടെ അച്ഛൻ, വൈസ് ക്യാപ്റ്റൻ. വയസ്സായ എന്ന് മുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്? കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി, സ്വരച്ചേർച്ച ഉണ്ടാകാൻ തുടങ്ങിയത്. എത്ര കുട്ടികളാണ്? ശരിക്കും ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. ഒന്ന്, ഒരു കുട്ടി, 2 കുട്ടി. ഒരു കുട്ടിയുള്ളൂ. സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഉറപ്പില്ല മനുഷ്യ. സത്യവാൻ കൃത്യമായിട്ട് പറയും. ഞങ്ങൾ കൺഫ്യൂഷൻ. അവള് പറയണ 2 കുട്ടികളുള്ളത്. 2 കുട്ടി ഉറപ്പിച്ചു. 2 കുട്ടികളുള്ളത്. അപ്പൊ ഈ 2 കുട്ടികൾ ഉണ്ടായ പിന്നെയാണ് ഇദ്ദേഹത്തിന് എന്നെ സംശയം തോന്നാൻ തുടങ്ങിയത്. ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാണ്. രാത്രി ആയപ്പോഴേക്കും പെട്ടെന്ന് ഈ പിശാചുപുറം ചാടി എഴുന്നേറ്റിട്ട് എന്റെ ഇങ്ങനെയുള്ള വാക്കുകൾ ഇവിടെ പിശാച് മോറൊക്കെയാണ്, പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ പാടില്ല. എന്ന യുവകോമളൻ അതെ ചാടി എഴുന്നേറ്റിട്ട് എന്റെ മുഖത്തേക്ക് ടോർച്ചൊരൊറ്റ അടിയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ പുറകെ നിൽക്കണേന്ന്. എന്ത് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞു നിഴലാണെന്ന് പറഞ്ഞു. വിശ്വസിക്കണ്ടേ കാറപ്പാടൻ? അല്ല, സത്യമാണ്, അത് പറഞ്ഞത് ശരിയല്ലേ? നിഴലാണ് അവരുടെ പുറകിലുണ്ടായിരുന്നത്. നിഴലാണ്. അപ്പൊ നിഴലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ടോർച്ച് അടിച്ചപ്പോ നിഴലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ശരി, നിഴലാണെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഈ നിഴലെന്തിനാ മതിലടി ഓടിക്കളഞ്ഞത്? എനിക്ക് വേറെ ആര് പറഞ്ഞാലും എനിക്ക് വിഷമം ഉണ്ടാവില്ല സാറേ, മാഡം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ സ്വന്തം ഭർത്താവ് ഭാര്യ സംശയിക്കാതെ ഒന്നിച്ച് കിടക്കണം. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സംശയിക്കാൻ സഹിക്കാൻ പറ്റും. ഇങ്ങനെ മാത്രം പ്രതീക്ഷിച്ച് ഞാൻ ഇറങ്ങി പോകുന്നതല്ലേ. ഒന്ന് ഒതുങ്ങോ? കരയല്ലേ? ഇത്രയും കരയാണ്ടിരിക്കാൻ പറ്റില്ല സാറേ. കണ്ടോ, അവരുടെ മുഖത്തേക്ക് നോക്കൂ. കുളിയും നിലയില്ലാത്ത. ഞാൻ നോക്കിയിട്ട് എത്ര കാലമായി മുഖത്തേക്ക്? കുലീനത. അതെ, സത്യം കുലീനത ഉള്ള ഈ പെൺകുട്ടിയെ, അല്ല ഈ പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ സംശയിക്കുന്നു? സംശയിക്കണേ, തോന്നുവാനും മുഖം കണ്ടാ നോക്കും. എടാ പൊട്ട, നീ എന്തിനാണ് വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്നേ? ഇപ്പൊ ഒരു മരങ്ങോടൻ പെണ്ണ് കാണാൻ വന്നിട്ട് പോയതേ ഉള്ളൂ. നീ പിന്നെ വിളിക്കേ. അല്ല, ഇത് ഞാൻ. ഇതാരാ? അമലാണോ? അല്ല. വിവേക് ആണോ? അല്ല. അഭിഷേക്? അല്ല, ഞാൻ കുറച്ചു മുന്നേ തന്നെ പെണ്ണ് കാണാൻ വന്നതാ. ഇതെന്റെ വേറെ ഫോൺ നമ്പർ ആണെന്ന് പറയാൻ വിളിച്ചതാ. സോറി, ഞാൻ അവളുടെ ചേച്ചിയാണേ. ഞാൻ അവൾക്ക് കൊടുക്കാം. അവൾ എവിടെ പോയി? നീതു, ഇങ്ങ വാ, നിനക്ക് കോൾ ഉണ്ട്. എന്തോ? ഞാനിതാ വരുന്നേ. ഹായ് ചേട്ടാ. ചേട്ടൻ വിളിച്ചായിരുന്നു എന്നെ? എന്താ വോയിസ് മോഡുലേഷൻ, എന്താ ഗെറ്റപ്പ് ചേഞ്ച്, എന്താ അഭിനയം. പണ്ടത്തെ സിനിമയിലെ ആൾമാറാട്ടം നടത്താൻ നസീർ സാറ് മറുക വെക്കുന്ന പോലെ തന്നെയുണ്ട്. അത്ര പെർഫെക്ഷൻ ആയിട്ടുണ്ട്. കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കൂടെ? കണ്ടുപിടിച്ചു അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടി. ഭൂമിക്ക് ഭാരമായതൊന്നും ഈ വീട്ടിലും വേണ്ട, നാട്ടിലും വേണ്ട. നിങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങ്. ചെല്ല്, പോ. എന്തോ വായും പിടിച്ച് നിൽക്കുന്ന, പോ, ഇറങ്ങ്, പോ. ഇനി നിന്റെ മുന്നിൽ ഒരു ആണും കെട്ടവനായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ശരി, ഇറങ്ങാന്നു. ഇപ്പൊ തന്നെ ഇറങ്ങോടി. ഇറങ്ങ്. എന്തോ വിളിച്ചായിരുന്നു? ഇല്ല, വിളിച്ചില്ല. ശരി, ആരും വിളിച്ചില്ല. ഞാൻ പോവും. പോ. ഓക്കെ. പിന്നെ 8 മണി കഴിഞ്ഞ് ചോറിനകത്ത് വെള്ളം ഒഴിക്കാവൂ. അതെന്തേ? ഒരു 7:15 ഞാൻ വരും. എന്റെ തലവിധി അല്ല, എന്ത് പറയാ? തലവിധിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന തലക്കറി എന്തോ ആടി? അത് കഴിഞ്ഞിട്ടുണ്ടാവും. ചെകള കരിഞ്ഞാണ്ടല്ലോ, നിന്നെ ഇടിച്ചെന്ന് ഞാൻ നാടിൻ മന്മകനെ, പൊന്മകനെ, തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ, സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ, ഇല്ലുമിനാട്ടി. പേനാ കത്തികൊണ്ട് വിദ്യാരംഭം ഹരിശ്രീ, തൂക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടിവച്ചോരംഗക്കലി തീരാത്ത വാശി, ഇവൻ മീശ വച്ചൊരാട്ട പുലി.